ഇന്ന് എൻ്റെ അമ്മയുടെ റിട്ടയർമെൻ്റ് ആണ് കേട്ടോ. നീണ്ട 33 വർഷത്തെ ഗവൺമെൻറ് സർവീസിന് ശേഷം എൻ്റെ അമ്മ ഇന്ന് റിട്ടയർ ആവുകയാണ് കേട്ടോ. ഞാൻ ഡൽഹിയിലായിരുന്നു. അമ്മേൻ്റെ റിട്ടയർമെൻറ്റ് തൊട്ട് തലേ ദിവസമാണ് ഞാൻ നാട്ടിലെത്തിയത്. കാരണം അമ്മ പറഞ്ഞു, നീ എന്തായാലും വരണം, എൻ്റെ റിട്ടയർമെൻ്റ് ആണ് നാളെ, അപ്പോൾ നീ വരാതിരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല, ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും വാമിക്കുട്ടിയും കൂടെ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം അടുത്ത ദിവസം രാവിലെ തന്നെ, റിട്ടയർമെൻറ്റ് അന്ന് രാവിലെ ഞങ്ങൾ നേരെ അമ്മയുടെ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ ക്യാബിനിലേക്കാണ് പോയത്. വാമിക്കുട്ടീനെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മ ഇപ്പോൾ റിട്ടയർ ആവുന്നത് പാസ്പോർട്ട് ഓഫീസിൽ നിന്നാണ്. അമ്മ ഗസറ്റഡ് റാങ്കിൽ നിന്നാണ് റിട്ടയർ ആവുന്നത് കേട്ടോ. 33 വർഷമായി അമ്മ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു മിക്സഡ് ഇമോഷൻസാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്, അത് കൂടാണ്ട് സങ്കടമുണ്ട്. കാരണം ഇത്രയും വർഷം വർക്ക് ചെയ്ത ഒരു സ്ഥലമല്ലേ, പെട്ടെന്ന് അത് അവിടുന്ന് വരിക എന്ന് പറയുമ്പോഴുള്ള ഒരു സങ്കടമുണ്ട്. എന്നാലും അമ്മയ്ക്ക് ഇനി റിട്ടയർ ചെയ്തിട്ടുള്ള ലൈഫും കൂടെ ഒന്ന് എൻജോയ് ചെയ്യണമല്ലോ. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു വിശ്രമം എന്നുള്ള രീതിയിൽ ഞാനത് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തതാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അമ്മ. കഷ്ടപ്പാടിലൂടെ വന്ന് പഠിച്ച് നേടിയെടുത്തൊരു ജോലി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയത് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വേറൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നതും എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. വാമിക്കുട്ടിക്ക് ഈ പ്രായത്തിൽ ഇതൊന്നും മനസ്സിലാവാനായിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ എന്താണ്, അമ്മൂമ്മയുടെ കൂടെ എവിടെയാണ് ഇരിക്കണേ എന്താണെന്നൊന്നും. പക്ഷേ ഇനി കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും അമ്മൂമ്മേനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും എടുത്തു വെക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ. അപ്പം ഈ ഓഫീസിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അമ്മ റിട്ടയർ ആവുന്നത് ആലോചിച്ചിട്ട്. അവർക്കെല്ലാവർക്കും അമ്മയോടുള്ള സ്നേഹം കാണുമ്പോൾ ഞാൻ ശരിക്കും പറയാം, ഈശ്വര എത്രത്തോളം ബ്ലെസ്ഡാണ് എൻ്റെ അമ്മ എന്നുള്ളത് കേട്ടോ. അന്ന് അമ്മയുടെ ഓഫീസിൽ വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് നൈറ്റിൽ ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് വേറൊരു ഫാമിലി ഫ്രണ്ട്സും പിന്നെ അമ്മയുടെ ഓഫീസിൽ നിന്ന് കുറച്ച് പേരുമായിട്ടുള്ള ചെറിയൊരു പാർട്ടിയായിട്ട് അതും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്കൊരു കമ്മലൊക്കെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ വീട്ടിൽ നിന്ന്. പിന്നെ ഇത് അമ്മയുടെ ഓഫീസിലെ ആ ഫംഗ്ഷൻ്റെ വീഡിയോസാണ്. അവിടെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കാലിക്കറ്റ് പാസ്പോർട്ട് ഓഫീസറാണ് അമ്മേനെ എന്താ പറയുക അനുമോദിക്കുന്നത്. അമ്മേൻ്റെ കൂടെ തന്നെ അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള വേറൊരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റിയും കൂടെ, വത്സമ്മ എന്നാണ് ആൻറ്റിയുടെ പേര്, ആ ആൻറ്റിയും കൂടെ റിട്ടയർ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരുടെയും റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അച്ഛനും ബാക്ക് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല.